ഖാൻ യൂനിസിൽ ഇസ്രായേലി സൈനിക ക്യാമ്പിന് നേരെ വ്യാപക ആക്രമണം. 4 സൈനികർക്ക് പരിക്കേറ്റു. അതിലൊരാൾ കൊല്ലപ്പെട്ട വിവരങ്ങളും ആദ്യഘട്ടത്തിൽ പുറത്തു വന്നിരുന്നു, പക്ഷേ സ്ഥിരീകരിച്ചിട്ടില്ല. അക്രമം നടന്നതായി IDF സംഘം സമ്മതിക്കുകയും ചെയ്തു. 18 ഫൈറ്റേഴ്സ് വ്യത്യസ്ത മേഖലകളിൽ നിന്ന് സൈനിക ക്യാമ്പിന് നേരെയും സൈനികർക്ക് നേരെയും വ്യാപകമായ രീതിയിൽ ആക്രമണം നടത്തി എന്നാണ് ആദ്യഘട്ടത്തിലുള്ള പ്രാഥമിക റിപ്പോർട്ട്. മാർക്കോവ ടാങ്ക് ആക്രമിക്കപ്പെട്ടു. സൈനികർക്ക് നേരെ വെടിവെപ്പ് നടന്നു. ടണലിൽ നിന്ന് അക്രമി സംഘം പുറത്തോട്ട് വരികയും 4 വ്യത്യസ്ത മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് സൈനികർക്ക് നേരെ ആക്രമണം നടത്തുകയാണ് ചെയ്തിരുന്നത് എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ ഈ ക്യാമ്പുമായിട്ട് ഈ മേഖല കേന്ദ്രീകരിച്ചത് ഈ അവരുടെ ബങ്കർ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സൈന്യം തീരുമാനിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഈ മേഖലയിൽ ഇപ്പോൾ വല്ലാത്ത രീതിയിൽ അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്നു. അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണത്തെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സൈന്യത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതും, എങ്ങനെയാണ് ഇനി ഗസ എന്ന് പറയുന്ന പ്രദേശം കീഴടക്കേണ്ടത്, 60,000-ഓളം സൈനികർ എത്തിക്കൊണ്ട് ഈ പ്രദേശം കീഴടക്കും എന്നുള്ള ഈ വാഗ്ദാനങ്ങളൊക്കെ ഇതിനിടയിൽ തന്നെ ഇസ്രായേൽ സർക്കാർ നൽകിയിരുന്നു. IDF അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അനുബന്ധമായ രീതിയിൽ 10,000-ലധികം സൈനികർ എത്തിയിരിക്കുന്നു എന്ന വിവരം പുറത്തു വരുന്നു. പക്ഷേ സൈനികരെ സംബന്ധിച്ചവർക്ക് സ്ഥിര സുരക്ഷിതത്വമില്ല എന്നുള്ളതും, അക്രമത്തിൻ്റെ തോത് കാര്യങ്ങളൊന്നും ഇപ്പോഴും ശമനമുണ്ടായിട്ടില്ല എന്നതിനപ്പുറം അവർ യാത്ര ചെയ്യുന്ന ഭൂമിക്കടിയിൽ ഇങ്ങനെ വലിയ ബോംബുകളൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. മർക്കോവ ടാങ്കൊക്കെ തകർക്കപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് ഏകദേശം 4 സൈനികരെങ്കിലും അതിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അവരെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ മറ്റ് സൈനികർക്ക് നേരെയാണ് വെടിവെപ്പ് നടന്നത് എന്ന് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 വിഷയങ്ങൾ നിലനിൽക്കുന്നു. ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട കാര്യത്തിനപ്പുറം ഇത്തരം സംഭവങ്ങൾക്കിടയിൽ നിന്ന് സൈനികരെ നഷ്ടപ്പെട്ടതും മരണപ്പെട്ട സൈനികരുടെ മൃതദേഹം കൊടുക്കാത്തതുമായിരിക്കുന്ന പല പ്രശ്നങ്ങളും ഗസയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിലനിൽക്കുന്നു. ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ പല ഘട്ടങ്ങളിൽ വന്ന സമയത്തൊന്നും ഇതൊന്നും പറയാൻ വേണ്ടി സാധിക്കാത്ത ഒരു പ്രയാസം ഇസ്രായേൽ സൈന്യത്തിന് അല്ല ഇസ്രായേൽ ഗവൺമെന്റിനുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ തെളിവില്ലാത്ത സംഭവമാണ് എന്നതിനാൽ തെളിയിക്കാൻ വേണ്ടിയിട്ട് സൈന്യത്തിന് സാധിക്കുന്നില്ല. കാര്യം മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടക്കുന്ന സമയത്ത് ഓടി രക്ഷപ്പെടുന്ന സൈനികരും ഉണ്ടാവാറുണ്ട്, പ്രതിരോധിക്കുന്ന സൈനികരും ഉണ്ടാവാറുണ്ട്. ഓടി രക്ഷപ്പെടുകയാണെങ്കിൽ ആ മേഖലയിൽ നിന്ന് കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ പരിക്കേറ്റ സൈനികരെയോ തിരിച്ച് കിട്ടാറില്ല, തിരിച്ചവർ പോവാറില്ല. അങ്ങനത്തെ വല്ലാത്തൊരു സാഹചര്യ അവസ്ഥകൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നിലവിലുണ്ട്. ഇതിനെങ്ങനെ തരണം ചെയ്യണം എന്നുള്ളതിന് പ്രത്യേകമായിരിക്കുന്ന ഒരു പുതിയതായിരിക്കുന്ന ഒരു ഐഡിയ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാനില്ല എന്നുള്ളത് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ വിഷയം നടന്നതോടുകൂടി വീണ്ടും ഇസ്രായേലിൻ്റെ അകത്ത് വലിയ പ്രതിഷേധം നടക്കുന്നു. ഇനിയും ബലി കൊടുക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായ സൈനികരെ ബലി കൊടുക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവാതെ കാര്യങ്ങൾ മാന്യമായ രീതിയിൽ പരിഹരിക്കുകയും വെടിനിർത്തൽ ചർച്ചയ്ക്ക് അനുഭാവപരമായിരിക്കുന്ന സമീപനം ഇസ്രായേൽ സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവണം എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധക്കാർ ഇസ്രായേൽ സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഏകദേശം കഴിഞ്ഞ പ്രാവശ്യം നടന്ന പ്രതിഷേധത്തിൽ പറയുന്നത് ഏകദേശം 10 ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്തു എന്നാണ്. ഇസ്രായേൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സർക്കാരിനെതിരെ ജൂത വിഭാഗങ്ങൾ സംഘടിച്ചുകൊണ്ട് ഇത്രയും വലിയ രീതിയിലുള്ള ലക്ഷങ്ങൾ പങ്കെടുത്തുള്ള ഒരു പ്രതിഷേധം നടക്കുന്നത്. അത് ലോകാടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് ഏകദേശം 2ാം സ്ഥാനത്തേക്കോ 1ാം സ്ഥാനത്തേക്കോ പ്രതിഷേധം എത്തിയിട്ടുണ്ട് എന്നുള്ളത്. ആദ്യം ബ്രിട്ടനിലായിരുന്നു വലിയ പ്രതിഷേധം, അത് 9 മുതൽ 10 ലക്ഷം ആളുകൾ പങ്കെടുത്തു എന്നുള്ളതാണ്. രണ്ടാമത് അമേരിക്കയിലാണ് നടന്നത്, അതിൽ ഏകദേശം 6 ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. ഇപ്പോൾ 10 ലക്ഷമോ അതിൽ കൂടുതലോ ആളുകൾ ഇസ്രായേൽ പങ്കെടുത്തു എന്ന് പറയുന്ന സമയത്ത് യുദ്ധമുഖത്തുള്ള ഒരു രാജ്യത്തിൻ്റെ അകത്ത് ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ടാവാൻ ഇതിനപ്പുറം എന്താണ് കാര്യം വേണ്ടത് എന്ന് പോലും ചോദിക്കുന്ന മീഡിയക്കാരും പത്രക്കാരും ഇപ്പോൾ ഇസ്രായേൽ തന്നെ ഉണ്ടായിരിക്കുകയാണ്. ആദ്യ ഘട്ടത്തിലൊന്നും ഇസ്രായേൽ ഗവൺമെന്റിനെ വിമർശിക്കുന്ന സമീപനം സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നു. പരസ്പരം ഈ യുദ്ധമുഖത്താണ് രാജ്യം എന്നതിനാൽ രാജ്യത്തോടൊപ്പം ചേർന്ന് നിൽക്കുക, അവർ അന്യായം ചെയ്താൽ അതിനും കൂട്ടു നിൽക്കുന്ന രീതിയായിരുന്നു. എന്നാൽ ഇപ്പോൾ അവസ്ഥകളൊക്കെ മാറ്റം വന്നു. കാരണം എന്ന് പറഞ്ഞാൽ IDF സംഘത്തിൽപ്പെട്ട സൈനികർക്കൊന്നും ഗസ കേന്ദ്രീകരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമില്ല. ആ താല്പര്യമില്ലാത്ത ഒരു മേഖലയിലേക്ക് യുദ്ധത്തിന് വേണ്ടി അയക്കുക എന്ന് പറയുന്നതൊക്കെ വലിയ പ്രയാസമുള്ള കാര്യമാണ്. അങ്ങനെയായിരുന്നു ആ റൂട്ടൊക്കെ പോയിരുന്നത്. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് ഒരു തരത്തിലും ഗവൺമെന്റുമായിട്ട് സഹകരിക്കാൻ വേണ്ടി ജനങ്ങൾക്ക് താല്പര്യമില്ല. കാരണം അവരുടെ സുരക്ഷിതത്വം വലിയ വിഷയമാണ്. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഏതൊരു കാലത്ത് എത്രത്തോളം കാലം മുന്നോട്ട് പോകും അത്രത്തോളം ഫലസ്തീനിൽ നിന്ന് ഭീഷണി ഇസ്രായേലിന് നേരെ ഉണ്ടാവും, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിലും വ്യത്യസ്ത ലോക രാജ്യങ്ങളിലൊക്കെ ജൂത വിഭാഗങ്ങളുണ്ട്. ആ വിഭാഗങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തതും സ്വതന്ത്രമായ രീതിയിൽ ജീവിക്കാൻ പറ്റാത്തതും, അതോടൊപ്പം തന്നെ അവരുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യത്തിന് പോകുന്ന സമയത്ത് അതിന് തുടർ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ സാരമായിട്ട് ബാധിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു.
ഒരു വംശീയ രീതിയിലേക്ക് ലോകാടിസ്ഥാനത്തിൽ തന്നെ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ അറബ് രാജ്യങ്ങൾ മാത്രമല്ല അത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കൂടി ഉണ്ട് എന്ന് പറയുമ്പോൾ അത് വലിയ രീതിയിലുള്ള മാനസിക പ്രയാസവും ഇസ്രായേൽ ഉണ്ടാകും. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് വെടിനിർത്തൽ ചർച്ചയ്ക്ക് തയ്യാറല്ലെന്നും അതിൻ്റെ ഹമാസ് അംഗീകരിച്ചിരിക്കുന്ന അംഗീകാര കാര്യങ്ങളൊന്നും തങ്ങൾ അംഗീകരിക്കില്ലെന്നും ഇസ്രായേൽ പറഞ്ഞതോടുകൂടി ആ മേഖല പൂർണ്ണമായ രീതിയിൽ കീഴടക്കാൻ, അതായത് മധ്യ ഗസയും കൂടി കീഴടക്കി കഴിഞ്ഞാൽ ഏറെക്കുറെ അവിടെ കൈവശത്തിലേക്ക് പൂർണ്ണമായ രീതിയിൽ മടങ്ങി വരും. അതിനു വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ നടത്താൻ വേണ്ടിയിട്ടും സാമ്പത്തികം നീക്കി വയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇസ്രായേലിൻ്റെ നെസറ്റ്. അവർ അങ്ങനെ നീക്കി വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രസ്താവന വന്നിരുന്നു, മറ്റുള്ള വികസന സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം സാമ്പത്തികം ചുരുക്കിക്കൊണ്ട് പ്രതിരോധ രംഗത്തും യുദ്ധരംഗത്തേക്കും പണം ഇറക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത് എന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ് പ്രതി തന്നെ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവർ ഒരു പ്രസ്താവന കൊണ്ടുവന്നു, ആ പാർലമെൻറ്റിൽ അവരുടെ നെസറ്റിന് ഒരു ബില്ല് കൊണ്ടുവരുന്നു, ഗസ പൂർണ്ണമായ രീതിയിൽ കീഴടക്കണം എന്നുള്ളതാണ്. അത് ഭൂരിപക്ഷ വോട്ടോട് കൂടി അത് പാസ്സാക്കി. അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് കീഴടക്കാൻ വേണ്ടിയിട്ട് നിയമം ഉണ്ടാക്കിയതുകൊണ്ട് കാര്യമില്ല, ഈ പ്രവൃത്തി ചെയ്യേണ്ടത് IDF ആണ്. IDF-നെ സംബന്ധിച്ചിടത്തോളം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കീഴടക്കൽ അതത്ര എളുപ്പമല്ല എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടക്കത്തിലാണ് ഇപ്പോൾ കാൻ യൂണിസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് സൈനികർ വരുന്നു. വന്ന സൈനികർക്ക് നേരെ വെടിവെപ്പുണ്ടാവുന്നു, മർക്കോവ ടാങ്ക് കത്തിക്കുന്നു. അതോടൊപ്പം തന്നെ അവർ യാത്ര ചെയ്ത റോഡിൻ്റെ അടിയിൽ ഒരു ബോംബ് സ്ഫോടനം നടക്കുന്നു. അങ്ങനെ അതിരൂക്ഷമായിരിക്കുന്ന താണ്ഡവമാണ് ഇന്നലത്തെ ദിവസം ഇവിടെ ഗസ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടാകുന്നത്. അതോടുകൂടി വലിയ രീതിയിൽ സ്തംഭിച്ചു പോയിരിക്കുന്നു സൈനികർ എന്നുള്ളതാണ്. ഏറെക്കുറെ ഇപ്പോൾ മരണവുമായി ബന്ധപ്പെട്ട കണക്കുകളൊക്കെ പുറത്തു വരുന്ന സമയത്ത് ചില അറബ് പത്രങ്ങൾ, യമൻ അടക്കമുള്ള പത്രങ്ങളാണ് ചോദിക്കപ്പെട്ടത്. അതിൽ മരണപ്പെട്ടവരുടെ ലിസ്റ്റ് ഏകദേശം 1000-ഓളം സൈനികർ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഇസ്രായേൽ സ്ഥിരീകരിച്ചതാണ്. 61,000-ൽ മേലെ ഫലസ്തീനികൾ മരണപ്പെട്ടിട്ടുണ്ട്, അതും സ്ഥിരീകരിക്കപ്പെട്ടതാണ്. പിന്നെ 1.5 ലക്ഷത്തോളം, ഏകദേശം 1 ലക്ഷത്തിൻ്റെ മേലെ ആളുകൾക്ക് പരിക്കേറ്റ വിവരങ്ങളും 15,000-ഓളം ആളുകൾ, കുട്ടികൾ കൊല്ലപ്പെട്ട, അങ്ങനത്തെ ഒരുപാട് കണക്കുകൾ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്: മരണപ്പെട്ട 61,000-ഓളം ഫലസ്തീനികളിൽ എത്ര ഹമാസിൻ്റെ ആളുകൾ ഉണ്ട് എന്ന് നിങ്ങൾ പുറത്തു വിടണം എന്നുള്ളതാണ്. ആ കാര്യം പറഞ്ഞ സമയത്ത് ഇസ്രായേലിന് മറുപടി പറയാൻ വേണ്ടി സാധിച്ചിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവർ യുദ്ധത്തിൽ ഇഷ്ടംപോലെ അങ്ങനെ മരണപ്പെട്ട് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വരുന്നത് ആരാണ് എന്ന ചോദ്യത്തിന് ഇസ്രായേൽ മറുപടി പറയേണ്ടി വരും. അങ്ങനത്തെ ഒരു വലിയ പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നു. അപ്പം അവരിപ്പോൾ നിലനിൽക്കുന്നു എന്നുള്ളതും നിരപരാധികളാണ് കൊല്ലപ്പെടുന്നത് എന്നുള്ളതും ഏറെക്കുറെ ഉറപ്പായിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ യുദ്ധമുഖത്ത് ഇപ്പോഴും അത് സജീവത ഉണ്ട്. ഗസ കീഴടക്കുക എന്ന് പറഞ്ഞത് എളുപ്പമുള്ള കാര്യമല്ല. കീഴടക്കിയാൽ തന്നെ അവർ ഭരണം നടത്തുക എന്നുള്ളത് അതും എളുപ്പമുള്ള കാര്യമല്ല. വല്ലാത്ത പ്രതിസന്ധിയാണ് ഈ വിഷയമായിട്ട് ഉള്ളത് എന്നതിനാൽ സമാധാനമായിരിക്കുന്ന ശ്രമത്തിലൂടെ പ്രശ്നപരിഹാരത്തിനപ്പുറം ഈ വിഷയം പരിഹരിക്കാൻ മറ്റൊരു പോംവഴിയും ഇല്ല എന്നുള്ളിടത്തേക്ക് തന്നെയാണ് ഏറെക്കുറെ IDF-ന്റെ നിലപാട്. പക്ഷേ ഗവൺമെൻറ് വിരുദ്ധമായിരിക്കുന്ന ഒരു സമീപനം ഒരിക്കലും സൈനികർ എടുക്കില്ല എന്നതിനാൽ അവരിപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം ഗസ മേഖലയിൽ ഉണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.